സംഖ്യാപുസ്തകം അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അവർ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട് പോന്നതിൻ്റെ 2-ാം സംവത്സരം 1-ാം മാസം ദൈവം സീനായി മരുഭൂമിയിൽ വച്ച് മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കൾ പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അത് ആചരിക്കണം. അതിൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരണമായി നിങ്ങൾ അത് ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശവം മൂലം അശുദ്ധരായി തീർന്നിട്ട് ആ ദിവസം പെസഹ ആചരിപ്പാൻ കഴിയാത്ത ചിലർ ഉണ്ടായിരുന്നു. അവർ അന്ന് തന്നെ മോശയുടെയും അഹ്റോന്റെയും മുമ്പാകെ വന്നവരോട്, തങ്ങൾ ഒരുവന്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു. നിശ്ചിത സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ വഴിപാട് കഴിക്കാതിരിപ്പാൻ ഞങ്ങളെ മുടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. മോശ അവരോട്, നിൽപ്പിൻ, ദൈവം നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നത് എന്തെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തു: നീ ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങളിലോ നിങ്ങളുടെ സന്തതികളിലോ ആരെങ്കിലും ശവത്താൽ അശുദ്ധനാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവൻ ദൈവത്തിന് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ അത് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ അത് ഭക്ഷിക്കണം. രാവിലത്തേക്ക് അതിൽ ഒന്നും ശേഷിക്കരുത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. പെസഹയുടെ നിയമപ്രകാരമെല്ലാം അവർ അത് ആചരിക്കണം. എന്നാൽ ശുദ്ധിയുള്ളവനും പ്രയാണത്തിൽ അല്ലാത്തവനുമായ ഒരുവൻ പെസഹ ആചരിക്കാതെ വീഴ്ച വരുത്തിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. നിശ്ചിത സമയത്ത് ദൈവത്തിൻ്റെ വഴിപാട് കഴിക്കായ്കയാൽ അവൻ തൻ്റെ പാപം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് പാർക്കുന്ന ഓരോ പരദേശിക്ക് പെസഹ ആചരിക്കണമെങ്കിൽ പെസഹയുടെ ചട്ടത്തിനും നിയമത്തിനും അനുസരണമായി അവൻ ആചരിക്കണം. പരദേശിക്കും സ്വദേശിക്കും നിങ്ങൾക്ക് ഒരു നിയമം തന്നെ ആയിരിക്കണം. തിരുനിവാസം നിർത്തിയ ദിവസം മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം മുതൽ രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നി പോലെ പ്രശോഭിച്ചു. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നി സ്തൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ കൂടാരമടിച്ചു. ദൈവകൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും ദൈവത്തിൻ്റെ കൽപ്പന പോലെ കൂടാരമടിക്കുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴെല്ലാം അവർ കൂടാരമടിച്ച് വിശ്രമിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ ദൈവത്തിൻ്റെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ ദിവസം സ്ഥിതി ചെയ്യും.
അപ്പോൾ അവർ ദൈവകൽപ്പനവും പോലെ കൂടാരത്തിൽ വസിക്കും. പിന്നെ ദൈവത്തിൻ്റെ കൽപ്പനാനുസരണം തുടരും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പ്രഭാതം വരെ ഇരിക്കും. പ്രഭാതത്തിൽ മേഘം ഉയർന്നുവെങ്കിൽ അവർ യാത്ര തുടരും. ചിലപ്പോൾ പകലും രാവും സ്ഥിതി ചെയ്യും. പിന്നെ മേഘമുയർന്നെങ്കിൽ അവർ യാത്ര തുടരും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം ഒരു തിരുനിവാസത്തിൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ കൂടാരത്തിൽ താമസിക്കും. അത് ഉയരുമ്പോൾ അവർ പുറപ്പെടും. ദൈവത്തിൻ്റെ കൽപ്പനാനുസരണം അവർ കൂടാരമടിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം യാത്ര പുറപ്പെടുകയും ചെയ്യുമായിരുന്നു. മോശ മുഖാന്തരം ദൈവം കൽപ്പിച്ചതുപോലെ അവർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.